നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അഴിമതിക്കെതിരെ നടപടി ശക്തമാക്കി സൗദി. അഴിമതി കേസിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായിരുന്നു. വിദേശികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ്. അഴിമതി ഇല്ലാതാക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയതായി സൗദിയിലെ ഓവർസീറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അഥവാ നസഹ അറിയിച്ചു. അനധികൃതമായി ക്രഷർ ലൈസൻസ് നേടിയെടുക്കുന്നതിന് വിദേശ നിക്ഷേപകനിൽ നിന്ന് 16,25,000 റിയാൽ കൈക്കൂലി വാങ്ങിയ കേസിൽ വ്യവസായ ധാതു വിഭവ മന്ത്രാലയത്തിലെ ഒരു ജീവനക്കാരൻ അറസ്റ്റിലായി. ഉടമസ്ഥാവകാശ രേഖയില്ലാത്ത ഭൂമിയിലെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് റദ്ദാക്കാൻ ഒരു നഗരസഭാ ഉദ്യോഗസ്ഥൻ വാങ്ങിയത് 1,10,000 റിയാലാണ്. നിയമവിരുദ്ധമായി വാണിജ്യ സ്ഥാപനത്തിന് ടെൻഡർ നൽകി 1,95,000 റിയാൽ കൈവശപ്പെടുത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥൻ പിടിയിലായി. അനധികൃതമായി വാണിജ്യ സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയതിന് 10,430 റിയാൽ കൈപ്പറ്റിയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ. ആശുപത്രിയിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള കരാർ നൽകാമെന്ന് പറഞ്ഞ് കാറ്ററിംഗ് കമ്പനിയിൽ നിന്നും 12,000 റിയാൽ വാങ്ങിയ ആശുപത്രി ജീവനക്കാരൻ. പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളിൽ നിന്നും പണം തട്ടിയ ഉദ്യോഗസ്ഥൻ. വിവാഹ നടപടിക്രമങ്ങൾ സുഗമമാക്കാൻ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ. വ്യാപാര സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ പുകയില ഉൽപ്പന്നങ്ങളും 7,500 റിയാലും അനധികൃതമായി കൈക്കലാക്കിയ ഉദ്യോഗസ്ഥൻ. ഹോട്ടൽ പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയ ഹജ്ജുംറ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ. ഇങ്ങനെ കൈക്കൂലി കേസിൽ അറസ്റ്റിലായവരുടെ നീണ്ട പട്ടികയാണ് അതോറിറ്റി പ്രസിദ്ധീകരിച്ചത്. തടവും പിഴയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടലും വിദേശികളെ നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് കുറ്റവാളികൾക്ക് ലഭിക്കുക. 24 ജിദ്ദ. യുവകലാസാഹിതി ഷാർജ യൂണിറ്റിന്റെ വാർഷിക പരിപാടിയായ യുവകലാസന്ധ്യയുടെ 13ാമത് പതിപ്പ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഭാരവാഹികളായ ശ്രീപ്രകാശ്, ഷാജി ജോൺ, ജിബി ബേബി, യുവകലാസാഹിതി നേതാക്കളായ പ്രശാന്ത് ആലപ്പുഴ, സുബീർ അരോൾ, നമിത സുബീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 4 പതിറ്റാണ്ട് കാലമായി സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് നാടക ചലച്ചിത്ര പിന്നണി ഗായകൻ കല്ലറ ഗോപന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കിയെന്ന പരിപാടിയുടെ ഭാഗമായാണ് കല്ലറ ഗോപന് പുരസ്കാരം സമ്മാനിച്ചത്. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പം ഫ്ലീറ്റ് ലൈൻ ഷിപ്പിംഗ് ഉടമ പീറ്റർ മാത്യു കല്ലറ ഗോപന്റെ മകളും ഗായികയുമായ നാരായണി ഗോപന് കൈമാറി. മലയാള നാടക ചരിത്രത്തെ ആസ്പദമാക്കി ഷിബു കളിത്തട്ടിൽ സംവിധാനം ചെയ്ത വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കിയെന്ന പരിപാടി അവതരണത്തിലെ പുതുമ കൊണ്ട് പ്രേക്ഷക പ്രശംസ നേടി. തമിഴ് സംഗീത നാടകത്തിലൂടെ KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ്, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ കരുണ, ശാകുന്തളം തുടങ്ങി കലാനിലയത്തിന്റെ രക്തരക്ഷസ് ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ടുള്ള വ്യത്യസ്തതയാർന്ന പരിപാടിയായിരുന്നു ഇത്. ഗായകൻ ജി ശ്രീറാം, ഡോക്ടർ ഹിതേഷ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പോലീസിന്റെ ബലപ്രയോഗത്തിൽ പരിക്കേറ്റെന്ന് ആശാപ്രവർത്തകർ ആരോപിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ 256-ാം ദിവസമായിരുന്നു ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിൽ പ്രവർത്തകർ ഉറച്ചുനിന്നു. പ്രതിഷേധം 5 മണിക്കൂർ പിന്നിട്ടപ്പോൾ പോലീസ് എത്തി മൈക്കും ജനറേറ്ററും പിടിച്ചെടുത്തത് സംഘർഷത്തിനിടയാക്കി. സംഘർഷത്തിൽ പോലീസിനും പ്രവർത്തകർക്കും പരിക്കേറ്റു. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ടതല്ലാമെന്ന് പോലീസ് കരുതണ്ട. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് സാഹചര്യമൊരുക്കാമെന്ന് ഉറപ്പു ലഭിച്ചതായി സമരസമിതി നേതാവ് VK സദാനന്ദൻ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. തത്വത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാം എന്നുള്ള ഒരു ഉറപ്പ് പോലീസ് അധികാരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കുമെന്ന ഉറപ്പിന്മേൽ ക്ലിഫ് ഹൗസിന് മുന്നിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. എന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച SIT. 2ാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കും. 24 എക്സ്ക്ലൂസീവ്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങാതെ ക്രിമിനൽ ഗൂഢാലോചന സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഭാരവാഹികളുടെയും പങ്കന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. 2 കേസുകളിലെയും പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്ത് വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. കസ്റ്റഡി കാലാവധി ഒക്ടോബർ 30 കഴിയും മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിന് പോകാനാണ് ആലോചന. കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കും. 2025 ദേവസ്വം ബോർഡിനെതിരായ കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോർഡിന്റെ വാദം. രേഖകൾ നിരത്തി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. UK-യിൽ സാമൂഹിക പരിരക്ഷാ മേഖലയിലെ അസാധാരണ സേവനങ്ങൾക്ക് വെൽഷ് ഗവൺമെന്റ് നൽകി വരുന്ന വെയിൽസ് കെയർ ഗോൾഡ് മെഡൽ അവാർഡിന് അർഹയായി മലയാളി. കൊല്ലം ജില്ലയിലെ ഷൈനീസ് കറിയയാണ് അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ഇൻഡിപെൻഡന്റ് സെക്ടർ നഴ്സ് ഓഫ് ദി ഇയർ വിഭാഗത്തിൽ സോഷ്യൽ കെയർ ഓസ്കർ പുരസ്കാരമാണ് ലഭിച്ചത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നിരവധി വിദേശികളിൽ നിന്നും സ്വദേശികളിൽ നിന്നുമാണ് വെയിൽസിൽ സീനിയർ നഴ്സായി ജോലി ചെയ്യുന്ന ഷൈനിക്ക് പുരസ്കാരം കിട്ടിയത്. കഴിഞ്ഞ ദിവസം കാർഡിഫ് ഹോളണ്ട് ഹൗസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. സൗദി അറേബ്യ റിയാദിലെ സേവനത്തിന് ശേഷമാണ് ഷൈനി വെയിൽസിലേക്ക് എത്തുന്നത്. ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകിയാണ് ശബരിമല തന്ത്രി സ്വീകരിച്ചത്. ദർശനത്തിന് ശേഷം രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാവിലെ 7:30 രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. (7:58) ഹെലികോപ്റ്റർ പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ട രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ ഇറങ്ങി. രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നത് സന്ദർശന ദിവസത്തെ കല്ലുകടിയായി. ഫയർഫോഴ്സും പോലീസും ഹെലികോപ്റ്റർ തള്ളി നീക്കിയാണ് പ്രശ്നം പരിഹരിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള തീരുമാനം ഇന്ന് രാവിലെ മാറ്റി. ഇന്ന് രാവിലെയോടെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയായത്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് DGPയും അറിയിച്ചു. രാവിലെ 8:30 പ്രമാടത്ത് നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി 10:30 പമ്പയിലെത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രപതിയും ഒപ്പമുള്ളവരും കെട്ടുനിറച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖ വാഹനത്തിൽ 11:20 സന്നിധാനത്തേക്ക്. കറുപ്പുമുടുത്ത ഇരുമുടിക്കെട്ടേന്തി 11:45 രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത്. പതിനെട്ടാം പടി ചവിട്ടി കൊടിമരച്ചുവട്ടിലെത്തിയ രാഷ്ട്രപതിക്ക് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും വണങ്ങി വാവരുനടയിൽ അനുഗ്രഹം തേടിയാണ് രാഷ്ട്രപതി മടങ്ങിയത്.
മോശം കാലാവസ്ഥയെ തുടർന്ന് ഗസ്റ്റ് ഹൌസിലെ വിശ്രമം ഒഴിവാക്കി പമ്പയിലേക്ക് തിരിക്കുകയായിരുന്നു. പമ്പയിൽ നിന്ന് പ്രമാടത്തേക്ക് റോഡ് മാർഗവും പ്രമാടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്റർ മാർഗവുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ യാത്ര. ശബരിമലയിൽ നിന്ന് MG പ്രതീഷ്, 24. പ്രവാസികൾക്ക് നിക്ഷേപാവസരമൊരുക്കി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ. ജ്വല്ലറി, ട്രാവൽസ്, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം മേഖലയിലെ നിക്ഷേപ പങ്കാളിത്തമാണ് പ്രവാസികൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബോച്ചെ ഹോംസ് എന്നിവ കൂടാതെ റിയൽ എസ്റ്റേറ്റ്, ടൂറിസം മേഖലകളിലാണ് 18% വരെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ അവസരം. റെന്റ് ടു ഓൺ എന്ന പേരിൽ അവതരിപ്പിച്ച മറ്റൊരു പദ്ധതിയിലൂടെ പ്രതിമാസ വാടക നൽകി നിശ്ചിത സമയത്തിനുള്ളിൽ വീട് സ്വന്തമാക്കാൻ കഴിയും. EMI-യോ പലിശയോ നൽകാതെ ആർക്കും വീട് സ്വന്തമാക്കാനുള്ള അവസരമാണിതെന്ന് ദുബായിൽ നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഇനി സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേളയിൽ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം. ഗെയിംസിലും അക്വാട്ടിക്സിലും ആതിഥേയർ ബഹുദൂരം മുന്നിലാണ്. ഗെയിംസ് വിഭാഗത്തിലെ 262 മത്സരങ്ങൾ സമാപിച്ചപ്പോൾ തിരുവനന്തപുരം 650 പോയിന്റ് കടന്നു. കണ്ണൂരും കോഴിക്കോടുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത്. അക്വാട്ടിക്സിൽ 24 ഇനങ്ങൾ കഴിഞ്ഞപ്പോൾ 17 സ്വർണം ഉൾപ്പെടെ 143 പോയിന്റുമായി ആതിഥേയ ജില്ല കുതിക്കുകയാണ്. 2ാം സ്ഥാനത്തുള്ള തൃശൂരിന് വെറും 35 പോയിന്റ് മാത്രമേ ഉള്ളൂ. മേളയിലെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഉൾപ്പെടെ 10 ഫൈനലുകളും നാളെയാണ്. കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനെ തഴഞ്ഞ് GV രാജയ്ക്ക് പുരസ്കാരം നൽകിയത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നാവാമുകുന്ദയ്ക്ക് പിന്നീട് ആ സ്ഥാനം കിട്ടിയത്. അന്ന് നേരിട്ട അപമാനത്തിന് മറുപടി നൽകാൻ കൂടിയാണ് നാവാമുകുന്ദയുടെ കുട്ടികൾ ഇത്തവണ അണിനിരക്കുക. തിരുവനന്തപുരത്ത് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കഴിഞ്ഞ തവണ അത്ലറ്റിക്സിൽ മലപ്പുറം ചരിത്ര നേട്ടം സ്വന്തമാക്കുമ്പോൾ അതിൽ ഏറ്റവും തിളങ്ങുന്ന പേരായിരുന്നു തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ എന്നുള്ളത്. അവർക്ക് കിട്ടേണ്ട പുരസ്കാരം കിട്ടാതിരുന്ന ഒരു അവസ്ഥ വന്നു. പിന്നീട് അത് മാറുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ അവർക്ക് അർഹിച്ച പുരസ്കാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തവണ കൂടുതൽ കരുത്തരായി, കൂടുതൽ ചുണക്കുട്ടികളുമായാണ് നാവാമുകുന്ദ എത്തുന്നത്. എന്താണ് ഇത്തവണ പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിശക്തമായ ഒരു കോമ്പറ്റീഷൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 25 കായിക താരങ്ങളാണ്. അതിൽ 90% കായിക താരങ്ങളും കേരളത്തിലെ 1, 2, 3 അത്ലറ്റിക് പെർഫോമൻസിന് റാങ്കിങ്ങിൽ കോമ്പറ്റ് ചെയ്യാൻ കേൾപ്പുള്ളവരാണ്. അത് തീർച്ചയായിട്ടും ഈ വർഷം കായികമാകത്തിലെ 1ാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കും അതുപോലെ തന്നെ നവാമുകുന്ദയ്ക്കും നേടിയെടുക്കാൻ ഏറ്റവും ചങ്കറപ്പോടുകൂടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് അർഹിച്ച് കയ്യിലെത്താൻ കുറച്ച് പോരാട്ടങ്ങൾ വേണ്ടി വന്നു. അതും കൂടി മനസ്സിലിട്ടുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ വാശിയായിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ എത്തിയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ വളരെ കണ്ണീരോടെയാണ് കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ പ്രധാന ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദിത്യരാജ് നയിക്കുന്ന ഒരു പടയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ താരങ്ങളുടെ പ്രതികരണം കൂടി പോകേണ്ടതുണ്ട്. എന്താണ് തവണ കലക്കില്ലേ? കഴിഞ്ഞ വർഷം പോയതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയോടെ തന്നെ ഇത്തവണ എല്ലാവരും തിരിച്ചു കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷകളെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പ്രശ്നം. എന്നിരുന്നാലും ഞങ്ങൾ അതിലൊന്നും തളരാതെ ഇപ്രാവശ്യം അത് മാറ്റി എഴുതാനുള്ള ആർജത്തോടുകൂടിയാണ് എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നത്. എന്താണ് നാവാമുകുന്ദയുടെ കരുത്ത് എന്നുള്ളത് എതിരാളികൾക്കും അല്ലെങ്കിൽ മീറ്റിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഈ ആവേശം നാളെ മുതൽ ട്രാക്കുകളിൽ കാണാം. നാവാമുകുന്ദ എന്താണെന്ന് കായിക കേരളത്തിന് അറിയാം. അവരുടെ കരുത്ത് എന്താണെന്ന് അറിയാം. തളരില്ലെന്നും നമുക്കറിയാം. എന്തായാലും ആ പോരാട്ടം ട്രാക്കിലെ തീ പിടിപ്പിക്കാൻ അവരെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24. ബൾബുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി കുടുംബം പോറ്റുന്ന 8ാം ക്ലാസ്സുകാരന് കൈത്താങ്ങായി നെഹ്റു ഗ്രൂപ്പ്. ഓട്ടിസം ബാധിച്ച സഹോദരനെയും അസുഖബാധിതരായ മാതാപിതാക്കളെയും പരിപാലിക്കാൻ പാടുപെടുന്ന
13-കാരൻ രഞ്ജിത്തിന്റെ അവസ്ഥ 24 ആണ് പൊതുസമൂഹത്തെ അറിയിച്ചത്. രഞ്ജിത്തിന്റെ പഠനവും കുടുംബത്തിന്റെ ബാധ്യതകളും നെഹ്റു ഗ്രൂപ്പ് ഏറ്റെടുക്കും. കുടുംബത്തിന്റെ ഇരുട്ടകറ്റാൻ ബൾബുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുകയാണ് ഒരു 8ാം ക്ലാസ്സുകാരൻ. രോഗിയായ അച്ഛൻ, ഓട്ടിസം ബാധിച്ച മൂത്ത മകൻ, തളർവാദം പിടിപെട്ടു തുടങ്ങിയ അമ്മ, ഇതിനു പുറമെ സാമ്പത്തിക ബാധ്യതകളും. ഇതായിരുന്നു ഇന്നലെ വരെ രഞ്ജിത്തിന്റെ കുടുംബം. ആകെയുള്ള ആശ്രയം ഈ 13-കാരനാണ്. സ്കൂൾ വിട്ടുവന്നാൽ രാത്രി ഏറെ വൈകും വരെ ബൾബ് നിർമ്മാണമാണ് രഞ്ജിത്തിന്റെ ജോലി. ബൾബുകൾ നിർമ്മിച്ച് സ്കൂൾ ബാഗിലാക്കി വിൽപ്പനയ്ക്കിറങ്ങും. എന്നാൽ ഇനി രഞ്ജിത്തിന് ആശങ്കയില്ലാതെ സ്കൂളിൽ പോകാം. പഠനം, കുടുംബത്തിന്റെ ബാങ്കിലുള്ള സാമ്പത്തിക ബാധ്യത, സഹോദരന്റെയും മാതാപിതാക്കളുടെയും ചികിത്സ, വീട്ടുപണി തുടങ്ങി എല്ലാം നെഹ്റു ഗ്രൂപ്പ് ഏറ്റെടുത്തു. രഞ്ജിത്തിന് കൊടുക്കാനല്ല, നാടിന് വേണ്ടി കൊടുക്കാനാണ്. കാരണം ഈ പഞ്ചായത്ത് ഞാൻ ജീവിക്കുന്ന പഞ്ചായത്താണ്. ഇത്ര അടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ആളുകളുണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ വെളിച്ചമാകുന്ന രഞ്ജിത്തിന്റെ അവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നെഹ്റു ഗ്രൂപ്പിന്റെ ഇടപെടൽ. 24-നും നെഹ്റു ഗ്രൂപ്പിനും നന്ദി പറഞ്ഞ് രഞ്ജിത്തിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം എത്തിച്ചാൽ വളരെ സന്തോഷമുണ്ട്. നെഹ്റു ഗ്രൂപ്പിനും 24-നും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടാതെ രഞ്ജിത്തും. സന്തോഷമായോ? സന്തോഷാണ്, നല്ലതാണ്. നന്ദി. 24 വാണിയംകുളം പ്രാദേശിക ലേഖകൻ സുർജിത്തിലൂടെയാണ് രഞ്ജിത്തിന്റെ ജീവിതം പുറം ലോകമറിഞ്ഞത്. 24-ന്റെ ഒരു ഇടപെടലിലൂടെ ഒരു കുടുംബത്തിനൊരു അത്താണിയാവുക തീർച്ചയായും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. വാർത്ത ഒരു കുടുംബത്തിൽ വെളിച്ചം നൽകിയ ചാരിതാർത്ഥ്യത്തോടെ 24 പാലക്കാട്. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ ഒപ്പിടാനുള്ള നീക്കത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ആശങ്ക അറിയിച്ച് CPI മന്ത്രിമാർ. പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ കാണുന്നുവെന്നും ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നുമാണ് CPI മന്ത്രിമാർ അറിയിച്ചത്. PM ശ്രീ പദ്ധതി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. PM ശ്രീ വിവാദത്തിൽ ഭരണമുന്നണിയിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. വിവാദ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അജണ്ടയ്ക്കപ്പുറത്തുള്ള വിഷയമായി വന്നാൽ എതിർപ്പുന്നയിക്കാൻ ഉറച്ചായിരുന്നു CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിയത്. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നില്ലെങ്കിലും CPI മന്ത്രിമാർ സ്വമേധയാ വിവാദ വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നതായി മാധ്യമങ്ങൾ വാർത്ത കാണുന്നു. ഇത് സംബന്ധിച്ച് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഏകപക്ഷീയമായി പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള നീക്കത്തിൽ ആശങ്കയുണ്ടെന്നും CPI മന്ത്രിമാരായ K രാജനും P പ്രസാദും മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. CPI മന്ത്രിമാർ ആശങ്ക അറിയിച്ചിട്ടും മുഖ്യമന്ത്രിയോ CPI മന്ത്രിമാരോ പ്രതികരിച്ചില്ല. മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ ഉയർത്തിയ എതിർപ്പിനെക്കുറിച്ച് പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിസമ്മതിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങളിലെ മുഖ്യമന്ത്രി പറയും, വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് ബിനോയ് വിശ്വവും പ്രഖ്യാപിച്ചു. ഇന്ന് നടന്ന CPI നേതൃയോഗങ്ങളിലും PM ശ്രീ വിവാദം ചർച്ചയായിട്ടുണ്ട്. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ കുടുംബശ്രീ അംഗങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് 3 വാർഡുകളിലെയും കുടുംബശ്രീ അംഗങ്ങൾ. ദുരന്തത്തിൽ മരിച്ച 47 കുടുംബശ്രീ അംഗങ്ങളുടേതടക്കമുള്ളവരുടെ വായ്പാ ബാധ്യതകളും നിലവിലെ അംഗങ്ങളുടെ ചുമതലയായി മാറിയിട്ടുണ്ട്. 1,44 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ലിങ്കേജ് ലോൺ മുഖേന കുടുംബശ്രീ അംഗങ്ങൾക്കുള്ളത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ 10, 11, 12 വാർഡുകളിലായുള്ള വിവിധ അയൽക്കൂട്ടങ്ങളിൽ 7ഓളം സ്ത്രീകളാണ് പ്രതിസന്ധി നേരിടുന്നത്. 47 കുടുംബശ്രീ അംഗങ്ങളെയാണ് ദുരന്തം കവർന്നത്. 280 പേരെ നേരിട്ട് ദുരന്തം ബാധിച്ചു. മറ്റുള്ള അംഗങ്ങളെ പരോക്ഷമായും ബാധിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരായ കുടുംബശ്രീ അംഗങ്ങളുടെ ആകെ വായ്പാ തുക 4,10,00,000 ഇതിൽ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും മറ്റുമുള്ള വായ്പകളും ഉൾപ്പെടും. ലിങ്കേജ് ലോൺ ഉൾപ്പെടെ 1.44 കോടി രൂപയുടെ ബാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കുടുംബശ്രീ ലിങ്കേജ് ലോണിന്റെ പകുതി അടവ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ബാക്കി തുക ബാധ്യതയായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2024 ജൂലൈ വരെ കൃത്യമായിട്ട് അടച്ചുപോയ സാധനമാണ്. പക്ഷെ നമ്മൾ ഉരുൾപൊട്ടലോടുകൂടി നമ്മളെ ജോലി നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ നമ്മളെ വരുമാനങ്ങൾ നഷ്ടപ്പെട്ടു, നമ്മളെ വീട് എല്ലാം നഷ്ടപ്പെട്ടു. ഏകദേശം മുണ്ടക്കൈ ഫുൾ വാഷ് ഔട്ടാണ്. മറ്റു വാർഡുകളും അങ്ങനെ തന്നെയാണ് ഏകദേശം. അപ്പോൾ അതിൽ നമുക്ക് ഈ വായ്പ തിരിച്ചടക്കാൻ കഴിയുന്നില്ല. ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ഒറ്റ കുടുംബശ്രീക്കാരും തിരിച്ചടച്ചിട്ടില്ല, അടക്കാൻ കഴിയുന്നുമില്ല.
വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെ പ്രതീക്ഷയോടെ കാണുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ലോണുകളൊക്കെ തള്ളുക, ലിങ്കേജ് ലോൺ തള്ളുക, ആന്തരിക വായ്പയും തള്ളുക. അപ്പം നമ്മൾ ഒരു നിവേദനം സാറ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, മന്ത്രിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടാണ് ഞങ്ങൾ വന്നതും. നമുക്ക് കിട്ടുന്നുള്ള നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക്. ബാധ്യത ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ആവശ്യം. ഈ വിഷയമുയർത്തി ഹൈക്കോടതിയെയും ഇവർ സമീപിച്ചിട്ടുണ്ട്. മരിച്ചവരുടേതടക്കമുള്ള വായ്പകൾ ബാധ്യതയായി നിൽക്കുമ്പോൾ ആശങ്കയുണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക്. വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളുകയും കൂടുതൽ പലിശരഹിത വായ്പകൾ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തുകയും വേണം. ഇക്കാര്യമാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉന്നയിക്കാനുള്ളത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സർക്കാരിനെ വീട്ടിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ തിരികെ നൽകി. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. സമരരംഗത്തുള്ള ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് ഒപ്പം ചേർന്ന് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് കാത്ത് ലാബിലും ICUവിലും സൂക്ഷിച്ചിരുന്ന സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ കൈമാറി. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയെങ്കിലും അധികൃതർ ചർച്ച നടത്തി കമ്പനി പ്രതിനിധികളെ മടക്കി അയച്ചു. കടുത്ത നടപടികളിലേക്ക് പോയാൽ തുടർന്ന് സഹകരിക്കാനാകില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള ഉപകരണങ്ങൾ കമ്പനിക്ക് വിട്ടു നൽകിയതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും അതൃപ്തരാണ്. ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് കാത്ത് ലാബിന് മുന്നിൽ വെച്ച് ഇത് വീഡിയോ ചിത്രീകരിക്കാൻ അവസരവും ആശുപത്രി അധികൃതർ ഒരുക്കി. സെപ്റ്റംബർ മുതൽ പുതിയ സ്റ്റോക്ക് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ 4 ആശുപത്രികളിലെയും ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ്. മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. 159 കോടി രൂപയായിരുന്നു കുടിശ്ശിക. ഇതിൽ 30 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് സർക്കാർ നൽകിയത്. പരമാവധി കുടിശ്ശിക തീർത്ത് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.